ഹായ് ഭയങ്കരക്കാരനാണ് ഞാനിന്നുള്ളത് കാളികാവാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും ഇന്ത്യൻ ഫുട്ബോളിന് ഒട്ടനവധി നേട്ടങ്ങൾ സമ്മാനിച്ച കേരളത്തിൻ്റെ സ്വന്തം മറഡോണ ആസിഫ് സീർഖാൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മളിന്നുള്ളത് ആസിഫ് ഖാൻ്റെ കൂടെയാണ്. അപ്പോൾ ആസിഫ് ഖാനോട് നമ്മൾ കണ്ടപ്പോൾ സന്തോഷത്തിൽ ചോദിക്കുകയാണ്, നമ്മൾ പുതിയ കാലത്തെ പുതിയ താരങ്ങൾക്ക്, പുതിയ കായിക താരങ്ങൾക്ക് എന്താണ് സാറിന് കൊടുക്കാനുള്ളൊരു സന്ദേശം? പുതിയ താരങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്. അതില്ലാതെ നമ്മൾ ഈസി ആയിട്ട് ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. അത് നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങളാണ്. ലോകത്തിലെ ഏതൊരു ഫുട്ബോൾ സ്പോർട്ടിലും വരികയാണെങ്കിൽ ഫുട്ബോളിൽ കളിക്കുന്ന ഏത് പ്ലെയറും ആദ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. സിൻസിയറായിട്ട് ഫുട്ബോളിനെ കാണുക, ഫുട്ബോളിനെ അപ്രോച്ച് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഉറക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അതൊക്കെ ഫോളോ ചെയ്താലാണ് ഫുട്ബോൾ നന്നായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഫുട്ബോൾ 2.5 മണിക്കൂർ രാവിലെ വർക്കൗട്ട് ചെയ്യും, വൈകിട്ട് 2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ കഠിന പ്രയത്നവും കഠിനാധ്വാനമാണ്. പക്ഷെ അതിന്റെ ബാക്കിൽ നടത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ പറഞ്ഞതൊക്കെയാണ്. പ്രോപ്പർ റെസ്റ്റ്, ഉറക്കം, നല്ല വെള്ളം കുടിക്കുക, പ്രോട്ടീൻസ് കഴിക്കുക, ഭക്ഷണം പ്രോപ്പറായിട്ട് പോവുക. ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ഹാർഡ് വർക്ക് ചെയ്ത് ഈ 2.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തതിന്റെ സ്ട്രെയിൻ ശരീരത്തിൽ കയറും. പിന്നെ ഈ ഉറങ്ങാത്തതിന്റെയും വെള്ളം കുടിക്കാത്തതിന്റെ ഒക്കെ സ്ട്രെയിൻ വേറെ ഡബിൾ എഫക്റ്റ് ആണ് ശരീരത്തിന് വരിക. ബോഡി ടയർഡേ ഉള്ളൂ. അപ്പൊ ഡെഡിക്കേഷൻ അതിനോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് ഫുട്ബോളിനെ കാണാം. ഇപ്പം ഇന്ത്യൻ ഫുട്ബോളൊക്കെ ആകെ മാറി. ഇന്ത്യൻ ഫുട്ബോൾ വലിയൊരു ഉണർവുണ്ടായി. ISL വന്നു, ലോകോത്തര ഫുട്ബോൾ അക്കാഡമികൾ, ഫ്രാഞ്ചൈസി ഇവിടെ തുടങ്ങി, കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു. പേരൻസും തന്നെ ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് വന്നു. കാരണം എൻ്റെ മോനെ ഈ എൻജിനീയറിങ്ങും ഡോക്ടേഴ്സും പിന്നെ എഡ്യൂക്കേഷനിൽ കൊടുക്കുന്ന അതേ പരിഗണന നമ്മൾ സ്പോർട്സിലും ഫുട്ബോളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. അത് നല്ലൊരു മാറ്റമാണ്. കാരണം അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ISL പോലുള്ള ബിഗ് പ്ലാറ്റ്ഫോമിൽ കളിക്കാം, I ലീഗ് പോലുള്ള കളിക്കാം. ഇപ്പം കേരള സൂപ്പർ ലീഗ് വന്നു. അങ്ങനെ ഇപ്പം ലോക്കൽ പ്ലേയേഴ്സ് എല്ലാ പ്ലേയേഴ്സിനും മിക്സ് ചെയ്തിട്ട് കളിക്കുന്ന അവസരങ്ങൾ വന്നു തുടങ്ങി. കൂടുതലായിട്ട് വേണ്ടത് രക്ഷിതാക്കള് കുട്ടികളെ കായിക രീതിയിലേക്ക് മാറ്റി അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ, എന്ത് ടാലന്റ് ഉണ്ടെങ്കിലും രക്ഷിതാക്കൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. എനിക്ക് പറയാൻ പറ്റുന്നത് ഫുട്ബോൾ, ഞാനൊരു ഫുട്ബോൾ ഫാമിലിയാണ്. എൻ്റെ അമ്മമാർ കളിക്കും, എൻ്റെ അളാപ്പമാർ കളിക്കും, എൻ്റെ ജ്യേഷ്ഠന്മാർ കളിക്കും. എല്ലാവർക്കും നൽകിയത് ഫുട്ബോളാണ്. എനിക്ക് ജീവിതം തന്നത് എബോവ് ഓൾ ഗോഡ് ബ്ലെസ്സിങ്സ്, ആ ദൈവാനുഗ്രഹത്താൽ ഫുട്ബോൾ എന്നൊരു കഴിവ് തന്നുകൊണ്ടാണ് ഇപ്പൊ എല്ലാം എനിക്ക് നൽകിയത്. അപ്പം ഇതായിട്ട് കണ്ടോ ഈ ചങ്ങായി, ഞാൻ വേങ്ങരൊക്കെ പണ്ട് ചേറൂരൊക്കെ വന്ന് 7